എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ പറയാനായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തരികിട സാബു. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് വിന്നറായിരുന്നു പുള്ളിക്കാരൻ. അപ്പോൾ ഈ തരികിട സാബു ഇപ്പോൾ സീസൺ 7 ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറി കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ വന്നിട്ട് അവിടുത്തെ കണ്ടസ്റ്റൻസിനെയൊക്കെ റോസ്റ്റ് ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മുടെ അനീഷ് തിരിച്ച് ഈ പുള്ളിക്കാരനെ വറുത്ത് കോരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ജലസ് ഈ പുള്ളിക്കാരന് നമ്മുടെ അനീഷിനോടുണ്ട്. അതിനുശേഷം ബിഗ് ബോസിൽ നിന്നും ഇയാൾ വന്നതിന് ശേഷം ഒട്ടുമിക്ക ചാനലുകളിലും ചെന്നിരുന്നിട്ട് അനീഷിനെ കുറിച്ചിട്ട് ദൂഷ്യം പറയുക. ഈ പെണ്ണുങ്ങൾ പറയുന്ന കണക്ക് പരദൂഷണം പറഞ്ഞുകൊണ്ട് കിടക്കുക. പെണ്ണുങ്ങൾ പറയുന്ന കണക്കെന്ന് പറയുമ്പോൾ കുറേ ആളുകളൊക്കെ നമ്മളോട് യുദ്ധത്തിന് വരും. ആ പെണ്ണുങ്ങൾ മാത്രമാണോ പരദൂഷണം പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അല്ല, ആണുങ്ങളും നല്ല വൃത്തിയായിട്ട് പരദൂഷണം പറയും. നുണയന്മാരായിട്ടുള്ള ആണുങ്ങളൊക്കെ ഒരുപാട് പേരുണ്ട്, ഇല്ലെന്നൊന്നും പറയണ്ട. പക്ഷേ പണ്ട് തൊട്ടേ ഈ നുണ എന്നുള്ള കാര്യത്തിൽ പെണ്ണുങ്ങളെയാണ് പണ്ട് തൊട്ടേ എല്ലാവരും എടുത്ത് തലയിൽ വച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പെണ്ണുങ്ങൾ പറയുന്ന കണക്കെന്ന് പറഞ്ഞുവെങ്കിലും അത് വെറുതെ ഒരു ഉപമ പറഞ്ഞു എന്നേ ഉള്ളൂ. സാധാരണയായിട്ട് നമ്മൾ എല്ലാവരും പറഞ്ഞു വരുന്ന ഒരു രീതി അങ്ങനെയാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. നുണയന്മാരായിട്ടുള്ള ഒരുപാട് ആണുങ്ങളുണ്ട് കേട്ടോ, അത് വേറൊരു കാര്യം. അപ്പോൾ എന്തായാലും നമ്മുടെ സാബു, നമ്മുടെ തരികിട സാബുവിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് വെച്ചാൽ മിക്ക മീഡിയകളിലും ചെന്നിരുന്നിട്ട് അനീഷിൻ്റെ നുണ പറയുക. എങ്ങനെയൊക്കെ അനീഷിനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. ഇതാണ് ഈ ഒരു പുള്ളിക്കാരൻ്റെ ഇപ്പോഴത്തെ ഏറ്റെടുത്തിരിക്കുന്ന ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പുള്ളിക്കാരൻ പറയുന്നൊരു കാര്യം കേട്ടിട്ട് വരാം. OCD ഉണ്ട്, അതാണ് അവന് OCD ഉണ്ട്, OCD ഉണ്ട് പറഞ്ഞില്ല. അപ്പൊ അതിന് OCD ഉണ്ട്, അതാണ് അവന് സീറ്റ് മാറ്റി കഴിഞ്ഞാൽ അവന് പാനിക് ആകുന്നത്. എന്നോട് പറഞ്ഞു. OCD ഞാൻ പറഞ്ഞില്ല. അവന് നിങ്ങൾക്ക് ഡിസോർഡർ ഉണ്ടെന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്കല്ലേ ഇപ്പൊ ഡിസോർഡർ? ഞാൻ പറഞ്ഞു എനിക്കും ഡിസോർഡർ ഉണ്ട്. നിന്റെ ഓർഡർ എനിക്ക് ഡിസോർഡർ ആണ്, എന്റെ ഓർഡർ നിനക്ക് ഡിസോർഡർ ആണ്. സീറ്റ് മാറിക്കഴിഞ്ഞാൽ വിഷയമാണ്. ഞാൻ ചോദിച്ചു, ഈ ബിഗ് ബോസിനകത്തുള്ള മുഴുവൻ സാധനം എല്ലാവരുടെയും അല്ലേ? ഹൂ അറിയോ? അവിടെ ഞാൻ അവിടെ ചെന്നിരുന്നു. അപ്പൊ അവന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് ഞാനൊരു കാര്യം പറഞ്ഞാൽ നടന്നില്ല, എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണെന്ന് പറഞ്ഞു. അതായിരിക്കും ഈ പറയുന്നത് തന്നെ റിപ്പീറ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ അവിടെ ചെന്ന് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചോ. പറഞ്ഞ് എനിക്കൊരു കാര്യം പറയുന്നത് നടന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരുമല്ലേ എന്ന് ചോദിച്ചു. അതൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അനീഷ നിന്റെ ഓർഡർ ബാക്കിയുള്ളവർക്ക് ഡിസോർഡർ ആണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞാല് അനീഷിന് ഡിപ്രഷൻ എന്ന് അയാൾ തീർത്ത് പറയുന്നില്ല, എങ്കിലും അതുപോലൊരു വാക്ക് തന്നെയാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. OCDയോ എന്തോ ഒരു വാക്ക് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പോൾ അതുണ്ടെന്നാണ് പറയുന്നത് അനീഷിന്. എന്തല്ലേ, അതുമാത്രമല്ല ഈ പുള്ളിക്കാരൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അനീഷ് കോമണർ അല്ലെന്നും പറഞ്ഞിട്ടായിരുന്നു ഈ അടുത്ത സമയത്ത് ഇങ്ങനെ ഒരുപാട് ചാനലുകളിലൊക്കെ ചെന്നിരുന്നിട്ട് അടിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അത് എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ ഉള്ളിലെന്ന് വെച്ചാൽ സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകൾ മാത്രമേ എപ്പോഴും കപ്പടിക്കാൻ പാടുള്ളൂ എന്നൊരു അജണ്ട ഇവർക്കിടയിൽ ഉണ്ടായിരിക്കാം. കാരണം അനീഷ് കോമണർ അല്ല എന്ന് ഇയാൾ പറയുമ്പോഴും എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇയാൾ എപ്പോഴും പറയുന്നത് അനീഷ് റീൽസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മുമ്പൊരു ഷോയിൽ ഇയാൾ വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ തന്നെ സെലിബ്രിറ്റി ആവോ? ഇപ്പോൾ ഞാൻ തന്നെ യൂട്യൂബിൽ ചാനലുണ്ട്, ഞാൻ വീഡിയോസുകൾ ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോളോവേഴ്സൊന്നും ഇല്ലെങ്കിൽ പോലും, ഒരുപാട് പേരൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു 42,000 43,000 അകത്തിട്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്ന് കരുതി ഞാനൊരു സെലിബ്രിറ്റിയാണോ? ഒരിക്കലുമല്ല. എൻ്റെ കുട്ടികളുടെ കാര്യം എടുത്താൽ തന്നെ അവർ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഉണ്ട് എന്ന് കരുതി അവർ സെലിബ്രിറ്റിയാണോ? ഒരിക്കലുമല്ല. അപ്പോൾ ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ വിളമ്പാതിരിക്കുക എന്നാണ് എനിക്ക് ഈ സാബു എന്ന് പറയുന്ന തരികിട സാബുവിനോട് പറയാനുള്ളത്. പുള്ളിക്കാരൻ ഇപ്പോഴാണ് ശരിക്കും എനിക്ക് തോന്നുന്നു ആ ഒരു തരികിട എന്നുള്ള ആ ഒരു പേര് ഇപ്പോഴാണ് ശരിക്കും പുള്ളിക്കാരന് ചേരുന്നതെന്ന് തോന്നുന്നു. കാരണം അങ്ങേര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അനീഷിനെ എങ്ങനെയെങ്കിലും ഡീഗ്രേഡ് ചെയ്യണം, അനീഷിന് കപ്പടിക്കരുത്. ഇത് ഇയാളൊരു അജണ്ടയായിട്ട് എടുത്തിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ സംശയം തോന്നാതിരിക്കേണ്ട കാര്യമില്ല. ബിഗ് ബോസ് ഇനി പറഞ്ഞിട്ടുണ്ടോ ഇനി അനീഷിനെ പരമാവധി ഡീഗ്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞാണോ ഇയാളെ ഷോയിൽ നിന്ന് പുറത്തേക്ക് വിട്ടത്? അതും സംശയമുണ്ട് കേട്ടോ.
എന്തായാലും ഇയാൾ വളരെയധികം കഷ്ടപ്പെട്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ഇയാളുടെ ഒരു വോയിസ് കോൾ കേട്ടിട്ട് വരാം. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ വാണക്കുറ്റി പിന്നെ അവിടുത്തെ ഒരു ചാനലിനകത്ത് ന്യൂസ് ലൈവ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തനാണ്. പിന്നെ ലോകത്തുള്ള സകല പിന്നെ റിയാലിറ്റി ഷോസിനകത്തും. അപ്പൊ ഈ ഒരു വോയിസ് കോളില് ഇയാൾ അനീഷിനെ വാണക്കുറ്റി എന്നൊക്കെയാണ് വിളിക്കുന്നത്. എന്തല്ലേ, ഒരു മനുഷ്യനെ വാണക്കുറ്റി എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യൻ സ്ത്രീലമ്പടനാണോ? അതെ, ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി കണ്ട പെണ്ണുങ്ങളെ എല്ലാവരുടെയും പിന്നാലെ പോകുന്ന ഒരു വ്യക്തിയാണോ? എന്തർത്ഥത്തിലാണ് ഈ പറയുന്ന തരികിട സാബു ഈ നമ്മുടെ അനീഷിനെ വാണക്കുറ്റി എന്ന് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും സാബു ഈ പറഞ്ഞ വാക്കിനോട് 100% യോജിക്കാൻ പറ്റത്തില്ല. അനീഷിൻ്റെ വീട്ടുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ തരികിട സാബുവിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു വ്യക്തിയെ, അനീഷിൻ്റെ ഗെയിം ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കത് പറയാം. അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് വിമർശിക്കാനുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട്. അത് നമ്മുടെ ഇന്ത്യയിലുള്ള ഓരോ വ്യക്തികൾക്കും ഉണ്ട്. പക്ഷെ വിമർശനത്തിനും ഒരു മര്യാദയൊക്കെ വേണം. ഒരു വ്യക്തിയെ വാണക്കുറ്റി എന്നൊക്കെ പറഞ്ഞിട്ടാണോ വിമർശിക്കേണ്ടത്? അയാൾ എന്താ തന്നെ കയറി പിടിക്കാൻ വന്നോ? അത് തൻ്റെ ഫാമിലിയിൽ ആരെങ്കിലും കയറി പിടിക്കാൻ വന്നോ? അത്തരത്തിലുള്ള വൃത്തികെട്ട വാക്കുകളൊക്കെ പറയാനായിട്ട് അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഒരിക്കലും ഒരു മനുഷ്യനെ അങ്ങനെ പറയേണ്ട കാര്യമില്ല. അവിടെ ഗെയിം കളിക്കുന്ന സമയത്തായാലും ടാസ്കുകൾ അങ്ങനെ എന്ത് ചെയ്യുന്ന സമയത്തായാലും അനീഷ് ആരെയും ചെന്ന് തോണ്ടേ പെണ്ണുങ്ങളുടെ പുറത്തുനിന്ന് ചെന്ന് മുട്ടിയുരുമുന്നതൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ പിന്നെ ആ ഒരു പേര് അയാളെ പറയേണ്ട യാതൊരു കാര്യവുമില്ല. അയാൾ വളരെ മാന്യമായിട്ടാണ് സ്ത്രീകളോടായാലും പുരുഷന്മാരോടായാലും പെരുമാറുന്നത്. അപ്പോൾ ഈ ഒരു വാക്ക്, ഈ ഒരു വാണക്കുറ്റി എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം പറഞ്ഞതിൽ തരികിട സാബു എന്തായാലും ആ ഒരു ഫാമിലിയോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് വളരെ വൃത്തികെട്ട ഒരു വാക്കായിപ്പോയി. തരികിട സാബുവിനെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പിടിക്കുമോ? ഒരിക്കലും പിടിക്കില്ല. അപ്പോൾ എന്തായാലും ഒരു കോമണറായിട്ടുള്ള അനീഷ് കപ്പടിക്കും എന്നുള്ളൊരു തോന്നലിലാണ് ഈ പുള്ളിക്കാരനുൾപ്പെടെ കുറേ എണ്ണത്തിന് കുരു പൊട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ കുറേ ആളുകൾ അയാൾ കോമണർ അല്ലെന്നൊക്കെ പറയുന്നു. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരനെ നമുക്ക് ബിഗ് ബോസ് ആയാലും ലാലേട്ടനായാലും പരിചയപ്പെടുത്തി തന്നതെന്ന് പറഞ്ഞാൽ കോമണർ എന്ന പേരിൽ തന്നെയാണ്. അന്നത് ചോദ്യം ചെയ്യണമായിരുന്നു. അയാൾ കള്ളത്തരങ്ങളൊന്നും പറഞ്ഞല്ലല്ലോ അവിടെ കയറുന്ന സമയത്ത് അയാൾ ഗവൺമെൻറ് ജീവനക്കാരനല്ലെന്ന് പറഞ്ഞിട്ടില്ല. അയാൾക്ക് ഭൂസ്വത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അല്ല ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അയാൾ പുസ്തകങ്ങൾ എഴുതുന്നു, എല്ലാ കാര്യങ്ങളും അയാൾ പറഞ്ഞിട്ടല്ലേ കയറിയത്. എന്നിട്ട് ഇപ്പോൾ അയാൾ കപ്പടിക്കുന്ന തോന്നി തുടങ്ങിയപ്പോഴത്തേക്ക് ആളുകൾക്ക് കൃമി നന്നായിട്ട് ഞൊളഞ്ഞു കയറുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നന്നായിട്ട് കപ്പമരം വേരോട് പിഴുതെടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചിട്ട് ആ ഭാഗത്തങ്ങ് നന്നായിട്ട് പൊത്തി അങ്ങ് വെക്കുക. ആ കൃമിശല്യം കുറച്ച് കഴിയുമ്പോൾ പതിയെ മാറിക്കോളും. ഇത്രയാണ് എനിക്ക് ഇവരോടൊക്കെ പറയാനായിട്ടുള്ളത്. ഇത് തരികിട സാബുവിന് മാത്രമല്ല, ഇതുപോലെ ഇറങ്ങിയിരിക്കുന്ന കുറേ എണ്ണം ഉണ്ട്. അനീഷിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് മനഃപൂർവ്വം ഇറങ്ങിയിരിക്കുന്ന കുറേ എണ്ണം. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടിയുള്ളൊരു മറുപടി തന്നെയാണിത്. പിന്നീട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ വീട്ടിൽ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് കിടന്ന് സ്ത്രീകൾ തെറി പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരും തെറി പറയുന്നുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട്. പലപ്പോഴും ബീപ് ശബ്ദം കേട്ട് ചെവി അടിച്ചു പോവാറായി. പക്ഷെ അനീഷ് തെറി പറയുന്നത് നമ്മൾ ആരും കേട്ടിട്ടില്ല. അത് തന്നെയാണ് ആ ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അത്രേ പറയാനുള്ളൂ. ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.